നിലവിൽ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നുള്ളത് നേരത്തെ ബി.ജെ.പിയും സി.പി.എമ്മും ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് അങ്ങയുടെ ആരോപണം. ആരോപണമല്ല, അത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വരുന്നത്. ആരോഗ്യപരമായ പ്രശ്നമുണ്ടായി ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോലും യാത്ര ചെയ്യാൻ പ്രയാസമനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നിട്ട് നിലമ്പൂരിൽ ഇറങ്ങുകയാണ്. പെട്ടെന്ന് വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ജില്ല വലിയ വർഗീയവാദികളുടെ നാടാന്ന് പറയാണ്. ശ്വാസം മുട്ടി ജീവിക്കുന്ന പാവപ്പെട്ട അമുസ്ലിങ്ങളാണ് ഈ നാട്ടിലുള്ളതെന്ന് പറയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ ഒരാൾക്ക് എടുത്താൽ പൊങ്ങാൻ കഴിയാത്ത പുഷ്പത്തിൻ്റെ മാല ചാർത്തിക്കൊണ്ട് അതിനെ അടിവരയിടുന്നു പിണറായി വിജയൻ. ഇല്ലേ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇതല്ലേ നാട്ടിലെ സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയ അധിഷ്ഠിതമായി തിരഞ്ഞെടുപ്പുകൾ നേരിട്ടിരുന്ന കാലം മറഞ്ഞുപോയി. ജാതി സമവാക്യങ്ങൾ, മതസമവാക്യങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കുന്നു, എങ്ങനെ ജയിക്കാമെന്ന് ആലോചിക്കുന്നു. നിലമ്പൂരിൽ പോലും UDF നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തീരുമാനിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നു. എന്താ സ്ഥിതി ഡോക്ടറൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇത്.